ശരണം വിളിയോടെ തുടക്കം. മാസ് എൻട്രിയായി കെ സുരേന്ദ്രന്റെ പത്തനംതിട്ട പ്രവേശനം. ശരണം വിളിച്ച് മല ചവിട്ടിയ ശേഷം സുരേന്ദ്രനെ കാത്തിരുന്നത് ശുഭപ്രതീക്ഷകൾ. എല്ലാം മറന്ന് സുരേന്ദ്രന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ പ്രവർത്തകർക്ക് അമിത്ഷായുടെ നിർദ്ദേശം. കെ സുരേന്ദ്രൻ എന്ന നേതാവ് പത്തനംതിട്ടയിൽ ഒരു വികാരമായി മാറിയിരിക്കുകയാണ്. സുരേന്ദ്രനെ വിജയിപ്പിക്കേണ്ടത് പ്രവർത്തകരുടെ ആവശ്യമായി മാറി. പലവിധ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും അവസാനമിട്ടാണ് കെ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലെത്തിയത്. പത്തനംതിട്ട എന്ന എ ക്ലാസ് സീറ്റിനായി പലരും മത്സരരംഗത്തുണ്ടായിരുന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അണികൾക്ക് ആദ്യം മുതലേ സുരേന്ദ്രനിലായിരുന്നു താല്പര്യം. അവരത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. സുരേന്ദ്രന്റെ വരവ് പത്തനംതിട്ടയിൽ വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും അടിയൊഴുക്കുകൾക്കും കാരണമാകും. ഇടതു വലതു കോട്ടകളിൽ പരാജയഭീതി ഇപ്പോഴേ ഉടലെടുത്തിട്ടുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പുകളും അവസാനിക്കുമ്പോൾ BJP തങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അതിനാൽ പത്തനംതിട്ടയിൽ സുരേന്ദ്രനുള്ള വിജയ സാധ്യതയിൽ മറ്റു കക്ഷികൾ ഭീതിയിലാണ്. 2009 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ B രാധാകൃഷ്ണ മേനോൻ നേടിയത് 56,294 വോട്ടാണെങ്കിൽ 2014 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി MD രമേശ് നേടിയത് 1,38,954 വോട്ടാണ്. എന്നാൽ 2016 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ BJP വോട്ടുകൾ കുത്തനെ ഉയർന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ 1,38,954 വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 1,91,576 ഉയർത്താൻ BJPക്ക് സാധിച്ചു. BJP ഇതര മുന്നണികൾക്ക് വോട്ട് വിഹിതം കുറഞ്ഞപ്പോൾ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതും പത്തനംതിട്ടയിലെ BJPയുടെ സാധ്യതയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നു. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ BJPക്ക് വേണ്ടി ഇറങ്ങുന്നതോടെ വലിയ രാഷ്ട്രീയ മാറ്റത്തിനാകും പത്തനംതിട്ട വേദിയാവുക. ശബരിമല യുവതി പ്രവേശന വിഷയം തന്നെയാകും BJP പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുകയും ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ തന്നെയാകും BJP ഇപ്പോൾ ലക്ഷ്യം വെക്കുക. എന്നാൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നത് BJPക്ക് മുന്നിലെ മറ്റൊരു വലിയ ലക്ഷ്യമാണ്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾ ഒരു പരിധിവരെ നയിച്ചത് കെ സുരേന്ദ്രനായിരുന്നു. കെട്ടുനിറച്ച് ശബരിമലയിൽ പോയ കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും 23 ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇത് വിശ്വാസി സമൂഹത്തെ സുരേന്ദ്രൻ എന്ന നേതാവിനോട് കൂടുതൽ അടുപ്പിക്കാൻ കാരണമായി. അതിന്റെ തെളിവാണ് കെ സുരേന്ദ്രൻ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ തടിച്ചുകൂടിയ ജനക്കൂട്ടം. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കും വീണ ജോർജിനും ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഇപ്പോൾ തന്നെ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളെ കുറിച്ച് ആരും ചർച്ച ചെയ്യുകയോ ശ്രദ്ധ ചെലുത്തുകയോ ചെയ്തിട്ടില്ല. ആരാ സ്ഥാനാർത്ഥി എന്ന് പോലും ആർക്കും അറിയില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇത്തവണ BJP സ്ഥാനാർത്ഥികൾ കളം നിറയുന്ന കാഴ്ചയാണ് കാണുന്നത്. BJP സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നറിയാൻ മാധ്യമങ്ങളും ഒപ്പം ജനങ്ങളും ആകാംക്ഷഭരിതരായി കാത്തു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചർച്ച. അയ്യപ്പ വിശ്വാസികൾക്ക് കെ സുരേന്ദ്രൻ അല്ലാതെ പത്തനംതിട്ടയിൽ മറ്റൊരു പേരില്ലായിരുന്നു. എന്നാൽ ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന് അയഞ്ഞ നിലപാടായിരുന്നു. ശബരിമല ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി BJP നടത്തിയ അയ്യപ്പ ജ്യോതിക്ക് വൻ സ്വീകാര്യതയും ലഭിച്ചു. 25 ലക്ഷത്തിനടുത്ത് വിശ്വാസികളാണ് അന്ന് അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്തത്. ഇത് BJPക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി മാറി. ശബരിമല വിഷയവും നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളും ഉയർത്തിക്കാട്ടി BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പത്തനംതിട്ടയിൽ നിന്നും കെ സുരേന്ദ്രൻ ജയിച്ചു കയറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ കോൺഗ്രസും CPMഉം ഭീതിയിലാണ്. കോൺഗ്രസും CPMഉം വോട്ട് മറിച്ചില്ലെങ്കിൽ തോൽക്കാനായി ഏതു മണ്ഡലം തിരഞ്ഞെടുക്കണം? BJPയിൽ അതിന്റെ പേരിൽ തർക്കമെന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാകും സുരേന്ദ്രന്റെ പോരാട്ടം.